സംസ്ഥാന സർക്കാരിന്റെ നവകേരള സർവേ ഹൈക്കോടതി റദ്ദാക്കി. സർവേ നിയമവിരുദ്ധമാണെന്ന് ഹൈക്കോടതി കണ്ടെത്തി. സർവേക്ക് ബജറ്റ് വകയിരുത്തലോ ധനകാര്യ അനുമതിയോ ഇല്ലെന്നും കോടതി വ്യക്തമാക്കി. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി മുബാസ് നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പദ്ധതികൾ എന്നിവയെക്കുറിച്ചുള്ള ജനാഭിപ്രായം അറിയുന്നതിനു വേണ്ടിയാണ് നവകേരള സർവേ എന്ന പേരിൽ വോളണ്ടിയർമാരെ വെച്ച് വിവരശേഖരണം നടത്തുന്നത്. നവകേരള സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാമിന് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പബ്ലിക് റിലേഷൻസ് വകുപ്പ് 20 കോടി രൂപയാണ് നീക്കിവെച്ചത്. CPM പ്രവർത്തകരെ ഉൾപ്പെടെ ഉപയോഗിച്ച് സർവേ നടത്താനായിരുന്നു പദ്ധതി. നവകേരള സർവേ നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി മുബാസ് ഓടക്കാലി നൽകിയ ഹർജിയിൽ വിശദമായ വാദം കേട്ട ഹൈക്കോടതി സർവേ നിയമവിരുദ്ധമാണെന്ന് വിധിക്കുകയായിരുന്നു. ബജറ്റ് അലോക്കേഷനോ ധനകാര്യ വകുപ്പിന്റെ അനുമതിയോ ഈ പരിപാടിക്ക് ഇല്ലെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് പദ്ധതി റദ്ദാക്കിയത്. CPM പ്രവർത്തകരെ ഉപയോഗിച്ചാണ് നവകേരള സർവേ നടത്തുന്നതെന്നും സർക്കാർ പണം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താനാണ് ശ്രമിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. CPM പ്രവർത്തകരെ വോളണ്ടിയർമാരായിട്ട്, DYFI പ്രവർത്തകരെ വോളണ്ടിയർമാരായി നിശ്ചയിച്ചുകൊണ്ടുള്ള നവകേരള സർവേ, എന്നിട്ടത് സർക്കാർ ഏറ്റെടുക്കുന്നു. ഈ വോളണ്ടിയർമാർക്ക് സർക്കാർ പണം കൊടുക്കുന്നു. അതിനെ പ്രതിപക്ഷം അതിശക്തിയായി എതിർത്തിരുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് നിയമവിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കുകയും നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. സർവേയുടെ മറവിൽ തിരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി പ്രചാരണം നടത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നായിരുന്നു പ്രതിപക്ഷം ആരോപിച്ചിരുന്നത്. ഇത് ശരിവെച്ചുള്ള കോടതി ഉത്തരവ് സർക്കാരിന് പ്രഹരമായി. മീഡിയ 1 കൊച്ചി.